സ്വാമിയേ ശരണമയ്യപ്പ. കുറച്ചായിട്ട് ഞാൻ പുതിയ വീഡിയോ ഒന്നും ചെയ്യാറില്ല. അതിന് എൻ്റേതായ ചില കാരണങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വന്നത് കുറേ അധികം പേര് എന്നോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഒരാളുടെ മുന്നിൽ ചാനലുകാരൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രകാശം വരാത്തതെന്ന്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും പറയാണ്. മനസ്സ് ഏകാഗ്രമായിട്ട് ഇരിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് സ്ത്രീകൾ നാമം ചെല്ലുമ്പോൾ മനസ്സിൽ പല കാര്യങ്ങളും കടന്നു വരും. അതായത് എന്തെങ്കിലും നമ്മൾ നാമം ചൊല്ലുകയാണെങ്കിൽ അധിക സ്ത്രീകളുടെ മനസ്സിലും കടന്നു വരുമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ അങ്ങനെയല്ല. ഞാൻ നാമം ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ദൈവ ഞാൻ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടാവുക, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എൻ്റെ വെട്ടത്തിൻ്റെ വെളിച്ചം ചില ആളുകളൊക്കെ ലൈറ്റിൻ്റെ LED ബൾബിൻ്റെ വെളിച്ചത്തിലൊക്കെ ഇട്ട് എനിക്ക് കാണിച്ചു തന്നു. പക്ഷേ എൻ്റെ മുഖത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതൊരു പ്രത്യേക തരത്തിലാണ് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ചിതറിത്തെറിക്കുന്നത് പോലെയൊക്കെയാണ് അത് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഹെഡ്സെറ്റാണ്. ഇതിനി വേറെ എന്തെങ്കിലും വയറാണെന്നാരും പറയണ്ട, ഇത് ഹെഡ്സെറ്റാണ്. പിന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ചാനലുകാരൻ വിളിക്കുമ്പോൾ വരാത്തതെന്ന്. അത് മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കണം. ആ ചാനലുകാരനോട് ഞാൻ പറഞ്ഞതാണ്, ഇത് മറ്റുള്ളവരുടെ മുന്നിൽ ഇത് വരില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. എനിക്കറിയായിരുന്നു വരൂലെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ പൂജാമുറിയിൽ ഇരുന്നിട്ടാണ്, ഞാൻ ദൈവങ്ങളെ പടം വയ്ക്കുന്ന എൻ്റെ റൂമിൽ നിന്നിരുന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ വരാറ്. പിന്നെ ചാനലുകാരൻ വന്നത് അത് ചേച്ചിയുടെ വീട്ടിൽ അവരുടെ വീടിൻ്റെ മുൻവശത്തിരുന്നിട്ടാണ് വിളിച്ചത്. അതായത് ഞാൻ എൻ്റെ വീട്ടിലൊരു പവിത്രത കാത്ത് സൂക്ഷിക്കുന്നുണ്ട് എൻ്റെ റൂമിൽ. അതിൻ്റെ ചൈതന്യം അവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ എവിടെ നടക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ഈ വെളിച്ചം എൻ്റെ കൂടെ ഉണ്ട്. ഇതെൻ്റെ വെളിച്ചം എൻ്റെ മൂക്കുത്തിൽ മാത്രമല്ല, ഞാൻ എല്ലാ സഹോദരിമാരോടും കൂടെ ഒരു പ്രാവശ്യം കൂടെ പറയാണ്, ചില വസ്തുക്കളിൽ നിന്ന് ഇങ്ങനെ പ്രകാശം വരുമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ കണ്ണുകളിൽ നിന്നൊക്കെ ഈ പ്രകാശം വരുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ണുകളിൽ മാത്രമല്ല, എൻ്റെ നെറ്റിയിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് പോകും. അതെനിക്ക് മാത്രം കാണാവുന്ന കാര്യമാണ്. പിന്നെ കുറച്ചായിട്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കാനൊരു കാരണം, ഈ വെളിച്ചം ഇതൊരു ക്യാമറയിലൂടെയാണ് നിങ്ങൾക്ക് ഞാനിത് കാട്ടിത്തരുന്നത്. അതായത് വീഡിയോ എടുത്തിട്ട് ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് കാണാൻ കഴിയണമെന്നൊരു ആഗ്രഹം ഞാൻ ഈ പ്രകാശത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വെളിച്ചം കണ്ണുകൾ കൊണ്ട് മനുഷ്യന്, അതായത് നമ്മളെ മനുഷ്യർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ടത് കാണാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്കിത് കാണാൻ പറ്റും. അത് കണ്ടവരുണ്ട്, ഒരുപാട് പേരത് കണ്ടവരുണ്ട്. പിന്നെ ലൈവായിട്ട് എനിക്ക് യൂട്യൂബിൽ വരാനുള്ള സമയമായില്ല. അതെങ്ങനെ വരണം എന്നൊക്കെ ഇനി ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് LED ബൾബും വെളിച്ചവും ഒന്നും അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ എന്നെ പ്രകോപിപ്പിക്കാൻ മോശമായ കമൻ്റ് ആരിട്ടാലും ഞാൻ അങ്ങനെ മോശപ്പെട്ട സംസാരിക്കുന്ന ഒരാളല്ല. എത്രത്തോളം ക്ഷമിക്കാൻ പറ്റും അത്രത്തോളം ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ കൂടെ ജന്മനാ ഉള്ളതാണ്. എന്നെ ആര് ദ്രോഹിച്ചാലും അവരെ കഴിയുന്നത് ഞാൻ അവരുടെ തെറ്റുകൾ തിരുത്താനാണ് ശ്രമിക്കാറ്. അവസാനം അതിനുള്ള കൂലി ഭഗവാൻ കൊടുക്കും, നമ്മൾ കൊടുക്കണ്ട. നമ്മൾ ആര് ദ്രോഹിച്ചാലും നമ്മളൊന്നും തിരിച്ചു കൊടുക്കണ്ട. ഭഗവാൻ എല്ലാം കണക്ക് വെച്ചിട്ടുണ്ട്, ഭഗവാൻ എല്ലാം തിരിച്ചു കൊടുക്കും. എത്ര വലിയ ദുഃഖവും പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞാൻ എൻ്റെ അയ്യപ്പനെയാണ് വിളിക്കാറ്. അയ്യപ്പൻ, ശബരിമല ശാസ്താവായ എൻ്റെ പൊന്നയ്യപ്പൻ. ആ അയ്യപ്പൻ്റെ അടുത്ത് പോയി അവിടെ എത്തണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ശബരിമലയിൽ കയറണം. അതിനി ഒരുപാട് നാളുകൾ ഞാൻ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എന്നും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക്